സംസ്ഥാനത്ത് പൊതുവിൽ മഴയുടെ തീവ്രത കുറയുമെങ്കിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലയിലും ശക്തമായ മഴ തുടരാൻ സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. റിനു ശ്രീധറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. റിനു, ഗുഡ് മോർണിംഗ്. റിനു, കഴിഞ്ഞ ദിവസം 2 ദിവസം തുടർച്ചയായ ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മഴയ്ക്കൊരു ശമനം ഉണ്ടാകും എന്ന് പറയുന്നുണ്ടെങ്കിലും ചില പ്രദേശങ്ങളിൽ ശക്തമായ മഴയും കാറ്റും അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. അത് ഏതെല്ലാം പ്രദേശങ്ങളാണ്, എന്തെല്ലാം മഴ മുന്നറിയിപ്പുകളാണ് ഇന്നുള്ളത്? ഗുഡ് മോർണിംഗ് അസ്മിത, രജിത്ത. എന്തായാലും സംസ്ഥാനത്ത് വരുന്ന 1 മണിക്കൂറിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. ആലപ്പുഴ, എറണാകുളം, അതുപോലെ തന്നെ പാലക്കാട്, അതുപോലെ തന്നെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് വരുന്ന 1 മണിക്കൂറിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നെങ്കിൽ നേരിയ ശമനമാണ് പൊതുവെ സംസ്ഥാനത്ത് ഇന്നുണ്ടാകുക എന്നുള്ളതാണ് ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. എങ്കിൽ പോലും ചിലയിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മറ്റന്നാളും മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ്. മഴയ്ക്കൊപ്പം ശക്തമായിട്ടുള്ള കാറ്റും വീശിയടിക്കുവാൻ സാധ്യതയുണ്ട്. അതിശക്തമായിട്ടുള്ള തിരമാലകൾക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു നിർദ്ദേശവും മുന്നറിയിപ്പായി തന്നെ നൽകിയിട്ടുണ്ട്. അതേസമയം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സമുദ്ര സ്ഥിതി ഗവേഷണ കേന്ദ്രം കൃത്യമായി തന്നെ മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ളത്. മലയോര മേഖലകളിലും ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. പക്ഷേ പൊതുവെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത ഇല്ല എന്നുള്ളതാണെങ്കിൽ പോലും ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. രജിത്ത, സ്മിത. ശരി, റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.